നമ്മൾ ഇന്ന് പ്രഗ്നൻസി മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് കമന്റ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഒരുപാട് പേര് അമ്മയാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, പല പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്പെഷ്യലി നമ്മുടെ ഒരു സൊസൈറ്റി അവരെ കുറ്റപ്പെടുത്തുകയും അവരുടെ ഭാഗത്ത് എന്തോ തെറ്റുപോലെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പം ഒരമ്മയാവുക എന്നുള്ള ഒരു ആഗ്രഹത്തെക്കാൾ ഉപരി അവർക്കൊരു സ്ട്രെസ് കൂടിയാണ് സമൂഹം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ പ്രഗ്നൻസി മാനിഫെസ്റ്റ് ചെയ്യാം, എങ്ങനെ ഒരു അമ്മയാവാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെ പ്രഗ്നൻസി മാനിഫെസ്റ്റ് ചെയ്യാം? പ്രഗ്നൻസി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എനർജി ആ ഒരു വൈബ്രേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരമ്മയാവാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസ് യുവർ പ്രഗ്നൻസി എന്നുള്ളതാണ്. അതായത് ഒരമ്മയായ സ്ത്രീ ഒരമ്മയായി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, അവരുടെ ശരീരത്തിലായാലും നടത്തത്തിലായാലും ഇരുത്തത്തിലായാലും അവരുടെ ചിന്തയിൽ പോലും ഒരമ്മ എന്നുള്ളൊരു ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റണം, വിഷ്വലൈസ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് കുഞ്ഞു കിടക്കുന്ന ഒരു വയർ വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾ ഒരമ്മയായി കഴിഞ്ഞാൽ ഒരമ്മയായി കഴിയുമ്പോൾ ആ ഒരു ആളിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് ഓൾറെഡി നിങ്ങൾ ഒരമ്മയായി കഴിഞ്ഞതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ആൻഡ് ആക്ട് ചെയ്യുക. ഒരമ്മയാണ് നിങ്ങളിപ്പോ നിലവിൽ ഒരമ്മയാവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ഓൾറെഡി ഒരു അമ്മയായി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും, നിങ്ങൾ നടക്കുന്നതായിക്കോട്ടെ ഇരിക്കുന്നതായിക്കോട്ടെ കിടക്കുന്നതായിക്കോട്ടെ എല്ലാം തന്നെ ഒരമ്മ എന്നുള്ള രീതിയിൽ നിങ്ങളെ തന്നെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് വേണം ഇനി നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ടിപ്പ് നമ്പർ 2, ട്രസ്റ്റ് യുവർ ബോഡി. നിങ്ങളുടെ ശരീരം ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് കേപ്പബിൾ ആണ്. ഒരു ജീവനെ ഈ ഒരു ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കേപ്പബിൾ ആണെന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എൻ്റെ ആരോഗ്യത്തിന്, എനിക്ക് നല്ലൊരു കുഞ്ഞിനെ ജന്മം നൽകാൻ കഴിയുന്നതിന്, എനിക്ക് കിട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ, നിങ്ങളുടെ ശരീരത്തോട് തന്നെ ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി ഇത് അക്സെപ്റ്റ് ചെയ്യും. നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് ഒരു കുഞ്ഞില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്നും, ആ ഒരു നെഗറ്റീവ് തോട്ട്സ്, ആ ഒരു ഫിയറിൽ നിന്നും നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡ് ഷിഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ എനർജി ഹൈ ആയിട്ട് മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, റിലീസ് ഓൾ ഫിയർ ആൻഡ് ഡൗട്ട്. യൂണിവേഴ്സ് എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മുടെ ചിന്തകളോടല്ല, നമ്മളുടെ എനർജിയോടാണ്. അതായത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പുറപ്പെടുവിക്കുന്ന എനർജി എന്ന് പറയുന്നത് എനിക്ക് കുഞ്ഞുങ്ങളില്ല, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുമോ, കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ലേ, ഇങ്ങനെയുള്ള ഫിയർ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതാണ്, ആ ഒരു ഫിയർ എനർജിയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി നേരെ തിരിച്ച് നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റിയിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് കുഞ്ഞുണ്ട് എന്നുള്ള രീതിയിൽ ഓൾറെഡി നിങ്ങൾക്ക് ഉള്ളൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ അത്രയും സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ആണ്, അങ്ങനെ ഒരു എനർജി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതായിരിക്കും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫിയർ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യാതെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. എല്ലാ നെഗറ്റീവ് ചിന്തകളും കളഞ്ഞിട്ട് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, അതിനെ പോസിറ്റീവായിട്ട് കണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. നാലാമത്തെ ടിപ്പാണ്, നിങ്ങൾക്ക് ഉള്ളതായിട്ട് നിങ്ങൾ ബിലീവ് ചെയ്യുക. ഞാൻ മുമ്പ് പറഞ്ഞു, കുട്ടി ഉള്ളതായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അത് അങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നതും അത് വിശ്വസിക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഓൾറെഡി ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ കൂടുതൽ സ്ട്രെസ്ഫുൾ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കൂടുതൽ നമുക്ക് വിശ്വാസം ഇല്ലാത്തൊരു രീതിയിലേക്ക് പോകാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാം? ആദ്യമായിട്ട് ഒരു കുഞ്ഞുങ്ങളുള്ള വീട് എങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഒരു കുഞ്ഞുങ്ങളുള്ള വീട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ആദ്യമായിട്ട് അവിടെ കുറെ കളിപ്പാട്ടങ്ങൾ കാണാൻ പറ്റും. പിന്നെ കുഞ്ഞുങ്ങളുടെ കുട്ടി ഉടുപ്പുകൾ കാണാൻ പറ്റും. കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ് കാണാൻ പറ്റും. അങ്ങനെ കുഞ്ഞുങ്ങളുള്ള ഒരു വീടാണ് എന്ന് നമുക്ക് തന്നെ തോന്നുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടേ? അങ്ങനെ ഒരു അന്തരീക്ഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ റൂമിൽ കൊച്ചു കുട്ടികളുടെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾ കുഞ്ഞു കുട്ടികളുടെ ഫോട്ടോസ് കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് കാണുന്ന ഭാഗങ്ങളിൽ, എക്സ്പെഷ്യലി നിങ്ങളുടെ ബെഡ്റൂമിലൊക്കെ ഒന്ന് ഫ്രെയിം ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളോ അങ്ങനെ കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യാൻ നോക്കുക. അത് ആ കുഞ്ഞിന്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുഞ്ഞുണ്ട് എന്നുള്ളൊരു നമ്മുടെ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതോടൊപ്പം കുഞ്ഞിന്റെ മണം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ബേബി പൗഡർ, ബേബി ഓയിൽ, ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങളുടെ ബെഡിൽ കുഞ്ഞിന്റെ ഒരു മണം വരുത്താൻ വേണ്ടിയിട്ട് ആ ബേബി പൗഡറും ബേബി ഓയിലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു സ്മെല്ല്
കിട്ടുമ്പോൾ ഉറക്കത്തിൽ പോലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് വിശ്വസിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നിങ്ങളുടെ ഒരു റൂമിലോട്ട് കയറുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വീട്ടിലോട്ട് കയറുമ്പം കുഞ്ഞുങ്ങളുണ്ടോ എന്ന് മറ്റുള്ളവർക്ക് പോലും തോന്നിപ്പോണം. ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക. 5ാമത്തെ ടിപ്പാണ് റെഡി ടു റിസീവ്. കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സ്പേസ് ഉണ്ടാക്കുക. അതായത് നമുക്കൊരു കുഞ്ഞിനെ വേണം, ആഗ്രഹമുണ്ട്, എല്ലാം നമ്മൾ റെഡിയാക്കി, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ റെഡിയായി. പക്ഷെ ഒരു കുഞ്ഞിനെ റിസീവ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. അതായത് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ബെഡിൽ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് നിങ്ങൾ മാറ്റി വെക്കുക. അതായത് അച്ഛൻ്റെ അമ്മയുടെ നടുക്ക് കിടന്നിട്ടായിരിക്കും കുഞ്ഞ് ഉറങ്ങുക. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുക. അവിടെ ഒരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഉറങ്ങുമ്പോൾ ആ ഒരു കുഞ്ഞ് അവിടെ ഉണ്ടെന്നുള്ള ഫീലോട് കൂടിയിട്ട് ഉറങ്ങുക. നിങ്ങൾ നിങ്ങളുടെ വയറിൽ ഇടയ്ക്കിടയ്ക്ക് തടവിയിട്ട് നിങ്ങളുടെ ആ ഒരു കുഞ്ഞിനെ നിങ്ങൾ ആ കുഞ്ഞിനോട് റെസ്പോണ്ട് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞുണ്ട് എന്നുള്ള ആ ഒരു ഫീല് കൊടുത്തിട്ട് നിങ്ങൾ റെഡി ആവുക, റിസീവ് ചെയ്യാനായിട്ട് റെഡി ആവുക. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളൊക്കെ കാണുമ്പം മാക്സിമം നിങ്ങൾക്ക് എത്ര സ്നേഹം കൊടുക്കാൻ പറ്റുമോ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അവരെ സ്നേഹിക്കുക. അപ്പോൾ യൂണിവേഴ്സിന് തന്നെ തോന്നും ഇവര് വർത്താണ്, ഒരു കുഞ്ഞിനെ കിട്ടാനും അതിനെ സ്നേഹിക്കാനും ലാളിക്കാനും അവർ അർഹരാണെന്ന് യൂണിവേഴ്സിന് തന്നെ തോന്നണം. അത്രയധികം നിങ്ങൾ കുഞ്ഞുങ്ങളെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്ന ഒരു കുഞ്ഞിനെ സ്നേഹിക്കാൻ, അപ്പോഴൊക്കെ കുഞ്ഞുങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. അവസാനമായിട്ട് നിങ്ങൾക്കെതിരെ നെഗറ്റീവ് പറയുന്നവർക്ക് നേരെ മുഖം തിരിക്കുക. പലയിടത്തും പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ട് നമ്മളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി. എല്ലാ സാഹചര്യങ്ങളിലും ഒരാൾ കല്യാണം കഴിക്കാതെ നിന്നാലും കുട്ടി ഉണ്ടാവാതെ നിന്നാലും പല രീതിയിൽ ആളുകൾ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരുടെ ഒരു നേച്ചറാണ്. അത് അവരുടെ ഒരു വിവരമില്ലായ്മ എന്നുള്ള രീതിയിൽ കണ്ട് നിങ്ങൾ അവർക്കെതിരെ മുഖം തിരിക്കുക. നിങ്ങൾ ഇവരോട് റെസ്പോണ്ട് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഇവർ പറയുന്നത് കേട്ട് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് നിങ്ങളുടെ എനർജിയെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. സോ അവരെന്തോ പറഞ്ഞോട്ടെ, നിങ്ങൾ റെഡിയാണ്. യൂണിവേഴ്സിന്റെ ആ ഒരു റെസ്പോൺസിന് വേണ്ടി, യൂണിവേഴ്സിന്റെ ആ ഒരു ഗിഫ്റ്റിന് വേണ്ടി നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്ത് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈവൻ നിങ്ങൾക്ക് ഇപ്പോൾ റൂമിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ളൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് കാണുമ്പോൾ അവർ നെഗറ്റീവ് പറയാനും ചാൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം നിങ്ങളുടെ ആഗ്രഹം നേടുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്കുകൊണ്ട് നോവിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തോട്ട് അവർക്കൊന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല. അതുകൊണ്ട് തന്നെ ആരെന്ത് പറഞ്ഞാലും ഞാനത് മൈൻഡ് ചെയ്യില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. എങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നതായിരിക്കും. ഇനി ലാസ്റ്റായിട്ട്, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ യൂണിവേഴ്സ് തന്നു, അതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇവിടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെ നിങ്ങൾ കൺഫേം ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാത്തവരേക്കും